ഇന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാറുള്ളത് അവരുടെ ലഞ്ച് ബ്രേക്കിനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ആലു മസാലപ്പൂരിയും അതുപോലെ തന്നെ പനീർ ബുർജിയാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അതായത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, സവാള, തക്കാളി, പച്ചമുളക്, പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞെടുത്തതും, പിന്നെ നമുക്ക് പനീർ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് പുതിനയിലയാണ് ചേർക്കുന്നത്. അത് വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അത് അരിഞ്ഞത് ചേർത്തിട്ട് അതും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. സവാള ഞാൻ 2 എണ്ണം മീഡിയം സൈസിലുള്ളത് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി വഴന്നു വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഞാൻ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി മാത്രം 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടിയും മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പാവ് ഭാജി മസാലയും ഗരം മസാലയാണ് ചേർക്കുന്നത്. രണ്ടും ഞാൻ 1/2 ടീസ്പൂൺ വീതം ചേർക്കണുള്ളൂ. ഇപ്രാവശ്യം വാങ്ങിച്ച ഗരം മസാല വേറെ ബ്രാൻഡായ കാരണം കളറൊക്കെ വേറെ തരത്തിലാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ, കൂട്ടിയോ കുറച്ചോ. ഞാൻ മോൾക്കൊക്കെ കൊടുത്തയക്കുന്ന കാരണം കുറച്ച് ചേർക്കണുള്ളൂ. പിന്നെ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് മസാലയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് നന്നായിട്ട് ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കാം. ഇനി ലാസ്റ്റായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും ഇളക്കി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതാണ് ഞാൻ ഇടയ്ക്ക് ഇട്ടത് കേട്ടോ. ഇനി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം, അതായത് ആലു മസാലപ്പൂരി. അതിനായിട്ട് ആദ്യം ഞാൻ റവ എടുക്കുന്നത് ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും റവ. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു 4 പുഴുങ്ങിയിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിങ്ങനെ കൈ വെച്ച് പൊടിച്ചിട്ട് അത് ചേർക്കുക. ഇനി 3/4 കപ്പോളം തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കണതിൻ്റെ ഒന്നും അളവ് പറയാനില്ല കേട്ടോ. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അയമോദകം, ജീരകം, കായത്തിൻ്റെ പൗഡർ, അതുപോലെ തന്നെ കസൂരി മേത്തി, കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി മാവ് പോലെ ആക്കിയെടുക്കാം. ഇപ്പം ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയാഞ്ഞത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പൊന്തി ഇതായിട്ട് വരാനായിട്ട് ഇത്തിരി നേരമായിട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഞാൻ പൂരി പരത്താനായിട്ട് ഇതുപോലെ എണ്ണയൊക്കെ തടവി ഒന്ന് പരത്തി ഇതുപോലെ എടുക്കാം. അപ്പോൾ അത് ഈ ഒരു നമുക്ക് പൂരി മേക്കർ, ചപ്പാത്തി മേക്കർ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ച് ആക്കി കഴിഞ്ഞാൽ വേഗം കിട്ടും. ഇതിൽ ചപ്പാത്തിനേക്കാളും എനിക്കിഷ്ടം പൂരി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ, അപ്പോൾ വേഗം അവരുടെ ടിഫിൻ ബോക്സിൽ ഈ ഒരു പനീറിൻ്റെ ബുർജി ആക്കി കൊടുക്കണം. പൂരി അവർക്ക് കൊണ്ടുപോകാനുള്ള എണ്ണങ്ങൾ തികഞ്ഞപ്പോൾ ഞാൻ ഇനി അത് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഞാൻ നോർമൽ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൂരി ഉണ്ടാക്കി കൊടുക്കില്ല, അങ്ങനെ കൊടുക്കുമ്പോൾ മോൾക്ക് വലിയ താല്പര്യമില്ല അത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മസാലയൊക്കെ ചേർത്ത് പൊട്ടറ്റൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്കും വലിയ താല്പര്യമുള്ളതല്ല ഈ എണ്ണ പലഹാരങ്ങൾ രാവിലെ തന്നെ കൊടുത്തയക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഷോർട്ട് ബ്രേക്കിന് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ അവർ കഴിക്കണേ. അത് കഴിഞ്ഞിട്ടാണല്ലോ അതെന്ന് വെച്ചിട്ടാണ് വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് ബ്രേക്കിന് ഇപ്രാവശ്യം മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞു. അപ്പോൾ എന്തായാലും ഒക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ അവരുടെ ടിഫിൻ ബോക്സിലേക്ക് അങ്ങോട്ട് ആക്കി. മോന് കുറച്ച് ദിവസം ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി അല്ലെങ്കിൽ റൈസ് ഐറ്റംസ് ഒക്കെ കൊടുത്തയച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും അമ്മ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഇടയിൽ കൂടെ മാങ്ങ അവർ കൈയിട്ട് വാരി കഴിക്കണുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.